മികച്ച പോളിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. 70.76 എന്ന് പറയുന്നത് അത് 5 മണി വരെയുള്ള കണക്കാണ്. ഇനിയും 1 മണിക്കൂർ കൂടെയുള്ള 6 മണി വരെയുള്ള സമയത്തുള്ള കണക്കുകൾ കൂടി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഒരു കണക്കനുസരിച്ചാണെങ്കിൽ 10,000 മുതൽ ഒരു 13,000 വരെ ഉള്ള വോട്ടുകൾ കൂടി ഈ 1 മണിക്കൂറിനിടയിൽ പോൾ ചെയ്യപ്പെടും. അങ്ങനെ വന്നാൽ ഒരു മികച്ച പോളിംഗിലേക്ക് നിലമ്പൂർ പോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നേരത്തെ തന്നെ ഏകദേശം 1 മണിക്കൂറിന് മുൻപ് തന്നെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി നേടിയ 61.92 എന്നത് നേരത്തെ തന്നെ പഴങ്കഥയായിരുന്നു. ഒപ്പം ഇനി അറിയാനുള്ളത് 2024 വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് രാഹുൽ ഗാന്ധി മത്സര സമയത്ത് നിലമ്പൂരിലെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 71.5 ആയിരുന്നു. അത് ഏകദേശം ഈ നിലവിലെ ഈ പോക്കനുസരിച്ചാണെങ്കിൽ അതും മറികടക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 75.23 എന്നൊരു നമ്പർ മറികടക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് 2021 ഏകദേശം 2,700 വോട്ടിന് വി പ്രകാശിനെ തോൽപ്പിച്ച സമയത്ത് PV അൻവറിന് ആ സമയത്തുള്ള ഇവിടുത്തെ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 75.23 ആയിരുന്നു. ആ ഒരു കണക്കിലേക്ക്, ആ ഒരു ഫിഗറിലേക്ക് നിലവിൽ പോകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ ഒരു സാഹചര്യം ഈ നിലവിലെ 70.76 എന്ന് പറയുന്നത് ഈ നിലയിൽ പോവുകയാണെങ്കിൽ കാരക്കോട് നൽകിയതപ്പോൾ പോളിംഗ് ശതമാനം 7 പഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി നോക്കുമ്പോൾ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് ആർക്കാണ് ഇതിന്റെ ഗുണകരമാവുക, അല്ലെങ്കിൽ ആരുടെ വോട്ടുകളെ അതൊക്കെ ഇത് ഹിറ്റ് ചെയ്യുക, ഇതൊക്കെ എന്തായാലും ഇനി നമുക്ക് കൃത്യമായ കണക്കിൽ, എന്തായാലും അനുമാന കണക്കുകളിലേക്കൊക്കെ ഏകദേശം നാളെ ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് വോട്ടെടുപ്പ് ഫലം പ്രഖ്യാപന ദിവസം വരെ ബൂത്തുകളിൽ നിന്നുള്ളൊക്കെ കണക്കുകളൊക്കെ വെച്ച് സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തന്നെ അവലോകനങ്ങളിലേക്ക് തന്നെയായിരിക്കും അവിടെ നിന്ന് വരുന്ന ആത്മവിശ്വാസ പ്രകടനങ്ങൾ. പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ചുങ്കത്തറ മുതൽ നിലമ്പൂർ വരെ 3 പഞ്ചായത്തും ഒരു നഗരസഭയുമാണ്. അവിടെ 70% പിന്നിട്ടുള്ള പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വഴിക്കടവ്, മൂത്തേടം, എടക്കര, പോത്തുകൽ അവിടെയൊക്കെ തന്നെ 69, ഏകദേശം 69ന്റെ ശരാശരിയിലേക്ക് ഈ 4 പഞ്ചായത്തുകളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. അപ്പോൾ നല്ലൊരു പോളിംഗിലേക്ക് അവസാന നിമിഷവും പോകുന്നു എന്നുള്ളതാണ്. നമ്മോടൊപ്പം മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, 70% മുകളിൽ നിലവിൽ, ഏറെക്കുറെ 70% മുകളിൽ എന്ന നിലയ്ക്ക് ഈ പഞ്ചായത്തുകളിലും നഗരസഭയിലും എല്ലാം പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ചില ബൂത്തുകളിൽ 75% വരെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് നേരത്തെ രാഗിനൊക്കെയും പറയുന്നുണ്ട്. അവസാന കണക്ക് വരുമ്പോഴത്തേക്കും അത് 75%ത്തിലേക്ക് എത്താനുള്ള സാധ്യതകളുണ്ടോ? മാധു, അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ഉപതെരഞ്ഞെടുപ്പുകളുടെ കീഴ്വഴക്കങ്ങളും കണക്കുകളും ഒക്കെ നിലമ്പൂർ തെറ്റിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കാരണം 70 കടന്നു ശതമാനം, ഇനിയും 5 മണിക്കുള്ള കണക്കാണ് നമ്മൾ, അതനുസരിച്ചാണ് 70 കടന്നത്. പക്ഷേ 1 മണിക്കൂറിനകം, അരമണിക്കൂർ കഴിഞ്ഞു, ഇനിയും 20 മിനിറ്റ് ഉണ്ട്. അതിനകം തന്നെ വോട്ട് ഇനിയും എത്തും എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും കഴിഞ്ഞ 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75% എന്നുള്ളത് മറികടന്ന് പോകാൻ വളരെയേറെ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പിൽ തണുപ്പൻ പ്രതികരണമാണ് വോട്ടർമാർക്കുണ്ടാകുക എന്നുള്ളതാണ് പൊതുവെ വിലയിരുത്താറുള്ളത്. നിലമ്പൂരിലെ കാലാവസ്ഥയും ഇപ്പോഴും കേരളത്തിലെ കാലാവസ്ഥയും തണുപ്പും മഴയും ഒക്കെയാണ്. പക്ഷേ അതിനെല്ലാം മറികടന്ന് ആളുകൾ ചൂടോടുകൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിന് കാരണങ്ങളുമുണ്ട്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വെറും ഒരു ഉപതെരഞ്ഞെടുപ്പല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഗേറ്റ് വേ ആണ്, സെമി ഫൈനലാണ് എന്നൊക്കെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ അതിനെ വിലയിരുത്തിയത്. അതിനുള്ള തിരഞ്ഞെടുപ്പ് പ്രചരണ വർക്കുകളും വളരെ സജീവമായി ഇവിടെ നടന്നിരുന്നു എന്നുള്ളതാണ്. UDF ക്യാമ്പുകളൊക്കെ ആ രീതിയിൽ യുവ നേതാക്കന്മാരെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്ത് വളരെ സജീവമായി അടിത്തട്ടിലുള്ള പ്രവർത്തനം അവർ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചിട്ട് തർക്കങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും ഇത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ളതല്ല, അടുത്ത ഭരണത്തിന് വേണ്ടിയുള്ള വോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ടർമാരെ സമീപിക്കുന്ന രീതിയായിരുന്നു UDF. അത് ആ രീതിയായിരുന്നു പ്രയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ LDFും സ്വാഭാവികമായും CPM M സ്വരാജിനെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശനം കളത്തിലിറക്കിയതോടുകൂടി തന്നെ വലിയ ആവേശം CPM പ്രവർത്തകർക്കും ഇടത് പ്രവർത്തകർക്കും ഉണ്ടായി. അതിനെല്ലാം കവച്ചു വെക്കുന്ന രീതിയിൽ മറ്റൊരു ഇടപെടൽ, അതായത് PV അൻവർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നതോടുകൂടി വലിയ ചൂട്, അടിയിളക്കത്തിൽ ഒരു വോട്ടർമാർ പോലും വോട്ട് ചെയ്യാതിരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. നൽകിക്കൊണ്ടിരിക്കുന്നത് മെച്ചപ്പെട്ട പോളിംഗിലേക്ക് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പോവുകയാണ്.